പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടില്ല. തൃപ്പൂണിത്തറ കരിങ്ങാലച്ചിറയിലാണ് നിലവിൽ ലക്ഷ്മിപ്രിയയുടെ താമസം. ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ലക്ഷ്മിപ്രിയയുടെ പേരില്ലെന്ന സ്ഥിരീകരണമാണ് പുറത്തുവരുന്നത്. തൃക്കാക്കരയിലെ ഫ്ളാറ്റ് ഉണ്ടായിരുന്ന പ്രദേശത്തും പേരുവിവരങ്ങൾ ലിസ്റ്റിലില്ല എന്നാണ് വിവരം. തുടർന്ന് ഇന്ന് നടത്താനിരുന്ന ലക്ഷ്മിപ്രിയയുടെ റോഡ് ഷോ റദ്ദാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് റോഡ് ഷോ റദ്ദാക്കിയതെന്നാണ് വിശദീകരണം. ഇന്നലെയാണ് സാബു എം ജേക്കബ് ലക്ഷ്മിപ്രിയയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഗുണ്ടാ നേതാവ് അലുവ അതുലിന്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിക്കുന്ന പുതിയ വെളിപ്പെടുത്തലിലേക്ക് നീങ്ങുകയാണ്. കൊലപാതകത്തിന് ആവശ്യമായ പണം സമാഹരിച്ചത് വാട്സപ്പ് വഴിയുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണെന്ന സൂചനകൾ പുറത്തുവന്നു. മുമ്പ് കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ കുടുംബത്തെ സഹായിക്കാനാണെന്ന പേരിൽ സുഹൃത്തുക്കൾ നടത്തിയ പണപ്പിരിവ് ഈ കൊട്ടേഷനായി മാറ്റുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിരോധിത സംഘടനകളുടെ സാമ്പത്തിക സഹായം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നും ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ശോഭ സുരേന്ദ്രന് എതിരായി ഇ.പി. ജയരാജൻ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ പ്രതിയായ ശോഭ സുരേന്ദ്രൻ ഹാജരാകണമെന്ന് ഉത്തരവ് ചെയ്ത് സമൻസ് അയച്ചു. ശോഭ സുരേന്ദ്രനെതിരായി 2024 ഫയൽ ചെയ്ത മാനനഷ്ട കേസ് അനന്തമായി നീണ്ടുപോകുന്നുവെന്ന് പരാതിപ്പെട്ട് ഇ.പി. ജയരാജൻ ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഫെബ്രുവരി 19 ഉത്തരവിൽ കണ്ണൂർ കോടതിയിലെ കേസ് അടിയന്തരമായി തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭ സുരേന്ദ്രൻ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് അയക്കാനിടയായത്. KPCC അധ്യക്ഷ ചുമതല ബെന്നി ബെഹനാൻ ലഭിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. ബെന്നി ബെഹനാന് ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് സണ്ണി ജോസഫിനെയാണ്. എതിരാളിയാവട്ടെ KK ശൈലജയും. അതേസമയം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 21 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ആകെ 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാണ് ആദ്യ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇസ്രയേൽ ആക്രമണത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇറാൻ. ഇന്നലെ പുലർച്ചെ ടെഹ്റാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെട്ടത്. ലാരിജാനിയെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് ഇന്നലെ പ്രസ്താവിച്ചിരുന്നു. അർദ്ധസൈനിക വിഭാഗമായ ബാസിച്ച് ഫോഴ്സിന്റെ കമാൻഡർ ഗുലാം റസ സുലൈമാനിയും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അലി ലാരിജാനിയുടെ പിൻഗാമിയായി മഹസിൻ റസായി നിയമിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമൈനിയുടെ മുതിർന്ന സൈനിക ഉപദേശകനാണ് റസായി. ഇറാനിലെ ബുഷൈഹർ ആണവ നിലയത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട അപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കുറുവങ്ങാടാണ് അപകടം നടന്നത്. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിച്ച ഓടയിലേക്ക് മറിയുകയായിരുന്നു. നന്ദകിഷോർ, അഭിയാൻ, അഭിനവ് എന്നിവരാണ് മരിച്ചത്. മൂവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ്. പുലർച്ചെ 2:30 അപകടമുണ്ടായത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. വിതരണത്തിലെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിന് ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപപ്പെട്ടു. പ്രത്യേക സമിതി രൂപീകരിച്ചു. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ഇന്ധന കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. സിലിണ്ടർ വിതരണം നിരീക്ഷിക്കുന്നതിന് കേരള LPG സപ്ലൈ ട്രാക്കർ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പോർട്ടലിലൂടെ ഇന്ധന കമ്പനികൾക്കും വിതരണക്കാർക്കും ഉപഭോക്താക്കൾക്കും വിവരങ്ങൾ അറിയാൻ കഴിയും. ആവശ്യകത കണക്കിലെടുത്ത വാണിജ്യ സിലിണ്ടറുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വടകരയിൽ MK ഭാസ്കരനും കൂത്തുപറമ്പിൽ PK പ്രവീണും കൽപ്പറ്റയിൽ PK അനിൽകുമാറും മത്സരിക്കും. RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വയനാട് DCC സെക്രട്ടറിയും INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന അനിൽകുമാർ 5 വർഷം മുമ്പാണ് കോൺഗ്രസ് വിട്ട് RJDയിൽ ചേർന്നത്. മുൻ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PK ഗോപാലിന്റെ മകനാണ് അനിൽകുമാർ.
പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ്കുമാർ കഴിഞ്ഞ 5 തവണയായി മത്സരിച്ച മണ്ഡലമാണ് കൽപ്പറ്റ. 2 തവണ വിജയിച്ച മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറിയ സാഹചര്യത്തിലാണ് അനിൽകുമാർ പാർട്ടി സ്ഥാനാർത്ഥിയായത്. മറ്റുള്ളവർക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതെന്ന് ശ്രേയാംസ്കുമാർ പറഞ്ഞു. താൻ മത്സരിക്കണമെന്ന് മുന്നണിയിൽ നിന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇതിന് മുന്നണിയോട് നന്ദിയും കടപ്പാടുമുണ്ടെന്ന് എം വി ശ്രേയാംസ്കുമാർ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ UDF പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റിബൽ നീക്കം. യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി ഷാനു ഫൂട്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഉടൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്ന് ഷാനു ഫൂട്ടോ അറിയിച്ചു. മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നീക്കം. ജി സുധാകരന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് രാജിവെച്ചിരുന്നു. ജി സുധാകരൻ നടത്തിയ പിണറായി പുകഴ്ത്തലും അമ്പലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. MP സ്ഥാനത്തിൽ താൻ തൃപ്തനാണെന്നും മറ്റു വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും കോഴിക്കോട് MP MK രാഘവൻ. നിലവിലെ സ്ഥാനത്തിൽ താൻ കംഫർട്ടബിൾ ആണ്. ഇനിയും 3 വർഷം MP ആയി കാലാവധിയുണ്ട്. MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്നതിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും MK രാഘവൻ പറഞ്ഞു. മത്സരിക്കണമെന്ന് താൻ പറഞ്ഞില്ല. MLA സ്ഥാനത്തിനായി സീറ്റ് ചോദിച്ചിട്ടില്ല. UDFനെ അധികാരത്തിൽ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും MK രാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു.